ആചരാമജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് 2026 വിവാഹയോഗം തെളിഞ്ഞു കാണുന്ന 8 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ജ്യോതിഷ വിശകലന പ്രകാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഭാഗമായി 8 നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയും. അതായത് വിവാഹം ഇത്ര നാളായിട്ടും കഴിയാത്തവർക്കും, അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വിവാഹം നടക്കാതെ മാറിപ്പോയവർക്കും, എത്ര ശ്രമിച്ചിട്ടും ഗ്രഹനിലകൾ തമ്മിൽ ചേരാതെ, മനപ്പൊരുത്തം ഉണ്ടായിട്ടും ഗ്രഹനിലകൾ തമ്മിൽ ചേരാതെ വിവാഹബന്ധം മുടങ്ങിപ്പോയവർക്കും, പ്രണയിച്ചിട്ട് ഒന്നിക്കാൻ സാധിക്കാതെ, പ്രണയ സാഫല്യം കൈവരിക്കാൻ സാധിക്കാതെ പിരിയേണ്ടി വന്നവർക്കുമൊക്കെ സന്തോഷകരമായ ഒരു വർഷമാണ് 2026. കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വിവാഹവും, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിത പങ്കാളിയെയും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. വിവാഹം എന്നത് ജീവിതത്തിൽ വിധിപ്രകാരം നടക്കുന്ന ഒരു കർമ്മമാണ്. പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കണമെന്നില്ല. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാലും ചില അവസരങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹയോഗം കടന്നു വരും. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില നക്ഷത്രക്കാരെങ്കിലും ഉണ്ടാകും. അവർക്ക് മനസ്സിൽ ആഗ്രഹം കാണും, എൻ്റെ വിവാഹം ഈ വർഷമെങ്കിലും ഒന്ന് നടക്കണേ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി, ജീവിത പങ്കാളിയുമായി എനിക്ക് ജീവിക്കാനുള്ള ഒരു അവസരം തരണേ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ. അങ്ങനെയുള്ളവരുടെയൊക്കെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു വർഷം കൂടിയാണ് 2026. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും. വിവാഹം പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്നവർക്കും, വിവാഹം എനിക്കില്ലേ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കും വിവാഹയോഗം വന്നു ചേരും. കാരണം വ്യാഴത്തിൻ്റെ രാശിമാറ്റം, ശനിയുടെ രാശിമാറ്റവും ബുധനും സൂര്യനും എല്ലാം രാശി മാറുന്നത് വഴി ചിലരിലെ വിവാഹയോഗം തെളിഞ്ഞു വരുന്നു. അതായത് 8 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2026 ഉറപ്പായും വിവാഹയോഗം തെളിഞ്ഞായി കാണുന്നുണ്ട്. അതും സന്തോഷകരമായ ഒരു ദാമ്പത്യം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതായത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ജീവിത പങ്കാളിയുമൊത്ത് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അതായത് സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ജീവിത പുരോഗതി കൈവരിക്കും. സന്താനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ആ വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്താനങ്ങൾ വഴി നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയർത്തുന്നതിനായുള്ള ഒരു വഴിയും തെളിഞ്ഞു കാണുന്നുണ്ട്. അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ 8 നക്ഷത്രക്കാരെ വിവാഹത്തിലൂടെ കാത്തിരിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ പേരും നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. 2026 വിവാഹ യോഗം തെളിഞ്ഞ ആദ്യ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ്. ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിച്ച എല്ലാവരും സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകുന്ന വ്യക്തികളായിരിക്കും. മാറ്റത്തിൻ്റെ വർഷമായിരിക്കും ഇവർക്ക് 2026 എന്നുള്ള വർഷം. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പങ്കാളിയെ തന്നെ അവർക്ക് 2026 സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല,
വിവാഹത്തിനുള്ള അനുയോജ്യ സമയം കൂടിയാണ് 2026 അശ്വതി നക്ഷത്രക്കാർക്ക്. ബന്ധം പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും മുന്നോട്ടു പോകാൻ സാധിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കൂട്ടരാണ് അശ്വതി നക്ഷത്രക്കാർ എന്നതിൽ ഒരു സംശയവും വേണ്ട. 2026 ഒരു സന്തോഷകരമായ വിവാഹ ജീവിതത്തിന് നിങ്ങൾക്ക് യോഗം കാണുന്നു. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്ന വർഷം. ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത്. ഇവരെ ആകർഷിക്കപ്പെടുന്ന, അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളുടെ സ്വഭാവങ്ങളെയെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും. ഗ്രഹസംക്രമണം ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുവാൻ ഈ പുതുവർഷം വഴിയൊരുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് വിവാഹയോഗം എന്ന് പറയുന്നത്. അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നു. അതാണ് രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകത. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്രം ഇവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം തന്നെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് 2026. കാരണം ഇവരെ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വയുടെ വലിയൊരു അനുഗ്രഹ സമയമാണ് 2026 മകയിരം നക്ഷത്രക്കാർക്ക്. ആ ഒരു ചൊവ്വയുടെ രാശിമാറ്റവും അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നതു മൂലം വിവാഹയോഗം തെളിഞ്ഞു തന്നെ കാണപ്പെടുന്നു. ഇതുവഴി കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അതായത് നിങ്ങളുടെ വിവാഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കാനുള്ള ഒരു ഇടയുള്ള ഒരു വർഷം കൂടിയാണ് 2026. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് 2026 വിവാഹയോഗം തെളിഞ്ഞു തന്നെ കാണപ്പെടുന്നു. പൂയം നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ശനിയാണ്. പല ഗുണങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് 2026 എന്ന വർഷം. നിങ്ങളുടെ മനസ്സിന് ഒത്തിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ആ ജീവിത പങ്കാളി വഴി നിങ്ങളുടെ എല്ലാ സമാധാനങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിനും ഇടയുള്ള ഒരു വർഷം തന്നെയാണ് 2026. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സൂര്യനാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ ഗ്രഹം. ഉത്തരവാദിത്വ ബോധം വളരെ കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലും അത്രയും ഉത്തരവാദിത്വം തന്നെ ഇവർ കാണിക്കുന്നതാണ്. ആ ഉത്തരവാദിത്വ ബോധം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ 2026 സ്വന്തമാക്കാൻ സാധിക്കും. ആ ജീവിത പങ്കാളിയായിരിക്കും നിങ്ങളെ ഏറ്റവും അധികം മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും. നിങ്ങളുടെ ബന്ധം ദൃഢകാലം നിലനിൽക്കുകയും ചെയ്യും. അതിനെല്ലാം യോജിച്ച വിവാഹത്തിന് നിങ്ങളുടെ പങ്കാളിയെ ഏറ്റവും യോജിച്ച വിവാഹവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്നത് നിസ്സംശയം പറയാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ശനിയാണ് അവരുടെ ഗ്രഹാധിപൻ. നിശ്ചയദാർഢ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുന്നിൽ തന്നെയാണ് എപ്പോഴും. കൂടാതെ ഉത്തരവാദിത്വ ബോധത്തിലും ഇവരെ വെല്ലാൻ മറ്റൊരാളില്ല എന്നു തന്നെ പറയാം. പ്രതിബദ്ധതയോടെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെയും ജീവിത സൗഖ്യങ്ങളും ലഭിക്കും. ഉറപ്പായും ഈ വർഷം തന്നെ, അതായത് 2026 തന്നെ ഇവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും അതുവഴി കുടുംബാന്തരീക്ഷം ബലമാകുകയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയും ചെയ്യും. അടുത്തത് രേവതി നക്ഷത്രമാണ്. ബുധനാണ് രേവതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത്.
വൈകാരികത ഏറെ കൈമുതലാക്കിയ നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത്. പരസ്പര സ്നേഹവും കരുതലും ഇവരിൽ ഓരോ ദിനം തോറും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ സ്നേഹനിർഭരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. അതിനാൽ ഇവർക്ക് വരുന്ന ജീവിത പങ്കാളി ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. സ്വസ്ഥമായൊരു അന്തരീക്ഷവും ഇവർക്ക് കൈമുതലായി വരും. ഇതുവരെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി സമാധാനപരമായ ഒരു ജീവിതത്തിന് ഈ 2026 ഒരു പുതിയ വർഷമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ പറഞ്ഞ 2026 കൂടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 8 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം വന്നു ഭവിക്കുകയും അതുവഴി ജീവിതത്തിലെ പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുകയും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജിക്കുകയും സന്തോഷകരമായ കുടുംബജീവിതത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഇത്. മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.